ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള T20 ലോകകപ്പ് ഫൈനൽ അഹമ്മദാബാദിൽ നടക്കുന്ന ഒരു ആവേശ പോരാട്ടത്തിന് കാത്തിരിക്കുകയാണ് കാണികളെല്ലാം. പ്രത്യേകിച്ചിട്ട് കായിക പ്രേമികളായ ഇന്ത്യൻ കായിക പ്രേമികൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കായിക പ്രേമികൾ ഒന്നടക്കം എന്താ പറയുക, സഞ്ജു സാംസന്റെ മികച്ച ഫോം, സഞ്ജു സാംസന്റെ തോളിലേറിയാണ്, ബാറ്റിലേറിയാണ് ഇന്ത്യ ഇപ്പോൾ ഫൈനലിൽ ശരിക്കും എത്തിയത്. നോക്കൗട്ട് പോലത്തെ സിംബാബ്വേയിൽ ഉള്ള തുടക്കം 48 റൺസ്, പവർ പ്ലേ 3.4 ഓവേഴ്സ്, സെമിയിൽ ക്വാർട്ടറിൽ വെസ്റ്റ് ഇൻഡീസിനെ തകർത്ത പ്രകടനം, 97 നോട്ട് ഔട്ട്, ഒറ്റക്ക്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇന്നിങ്സ് ഈ T20 എക്കാലത്തെയും T20 ചേസ് ചെയ്തിട്ടുള്ള ഇത്. ഒരു ഇന്ത്യക്കാരൻ ഏറ്റവും ഉയർന്ന സ്കോറായിരുന്നു അത്. സെമിയിൽ ഇംഗ്ലണ്ടിന്, ഏറ്റവും ശക്തരായ ഇംഗ്ലണ്ടിന്, അത് ആ ടോട്ടൽ ഇല്ലെങ്കിൽ ഇംഗ്ലണ്ട് അത് എടുത്തിട്ടുണ്ടാവും. ബെത്തലിൻ്റെ ഇന്നിങ്സ് എല്ലാം കണ്ടിട്ടില്ലേ. അപ്പം അവിടെ 89 എടുത്ത് ആ 42 ബോളിലുള്ള പ്രകടനം, മാസ്മരിക സഞ്ജു സാംസൺ പ്രകടനമാണ് ഇത്. അപ്പോൾ സഞ്ജു സാംസന്റെ അഡ്വാൻറ്റേജിലാണ് ഇപ്പം ബാറ്റിംഗ്. ഇതിൽ എന്താ പറയുക, ടോപ്പ് ഓർഡറിൽ സഞ്ജു സാംസനെ പുറത്താക്കി ഇരുത്തിയാണ്. ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഫെയിലിയേഴ്സ് ആയതുകൊണ്ട്, ടോപ്പ് ഓർഡർ മുഴുവൻ ഫെയിലിയർ ആയതുകൊണ്ട് 3 ടോപ്പ് ഓർഡർ, സഞ്ജു, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മയെല്ലാം ഫോം ഔട്ടായിപ്പോയി. സ്ലോ ഇതെല്ലാം ബാറ്റിംഗ് ആണ്. സഞ്ജു സാംസൺ സിംബാബ്വെ ആയിട്ട് ബാറ്റിംഗ് ഓർഡറിൽ റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ വന്നപ്പോഴാണ് ഇന്ത്യ പറന്നു തുടങ്ങിയത്. അതോടെ ക്ലിക്കായി ഏകദേശം ഒന്ന് ബാറ്റിംഗ്. അതേ ബാറ്റിംഗ്, ആ സിംബാബ്വെക്കെതിരെ ഉള്ള ഒരു ബാറ്റിംഗ് ശൈലിയുണ്ട്. ടോപ്പ് ഓർഡറിൽ ഒരു 3-ൽ ഏതെങ്കിലും ഒരാൾ മിന്നലടിയോടെ അടിച്ചിട്ട് അവിടെ നിൽക്കുക, ഒരു 80-90 എടുക്കുക. ബാക്കി ആൾക്കാരെല്ലാം വന്ന ആൾ തുടക്കം മുതൽ അടിച്ചോളുക. എന്നാൽ ഒരു 250 മുകളിൽ ടോട്ടൽ പോകും. ആ ഇതിലാണ് പോകുന്നത്. പക്ഷേ അപ്പുറത്ത് ന്യൂസിലാൻഡ് ശക്തരായ നിലയിലാണ്. അവരുടെ പവർ പ്ലേ ഓപ്പണേഴ്സിൻ്റെ മുകളിലാണ് അവരെ കളി. അലനും സെയ്ഫോട്ടും അവരെ എക്കാലവും ഈ T20 സ്പെഷ്യലിസ്റ്റാണ്. ഈ ലോകകപ്പിലെ ഓപ്പണേഴ്സിൻ്റെ ഇത് സെയ്ഫോട്ടും അലനുമാണ്. ഇനിയും മിച്ചൽ ഫോമിൽ വന്നിട്ടില്ല. ചാപ്മാൻ, രച്ചിൻ രവീന്ദ്ര ഫോമിൽ വന്നിട്ടില്ല. പക്ഷേ ബോളിൽ രച്ചിൻ രവീന്ദ്ര മികച്ച ഓൾറൗണ്ട് പ്രകടനം. ഹെൻറിയും ഫെഗൂസൻ്റെയും മിന്നൽ പിന്നർ ബോളിങ്, സാന്നറുടെ സ്പിന്ന്. പിന്നെ ഇപ്പോൾ മെക്കോഞ്ചി എന്ന് പറഞ്ഞൊരു ഓഫ് സ്പിന്നർ വന്നിട്ടുണ്ട്, ഓൾറൗണ്ടർ. അതൊരു ക്രൂഷ്യലാവും. എന്താ പറയുക, ലെഫ്റ്റ് ഹാൻഡേഴ്സിന് മെക്കോഞ്ചിയെ ഓപ്പൺ ചെയ്യിച്ചിട്ട് അഭിഷേക് ശർമ്മയെ എടുക്കാൻ നോക്കും. അപ്പം ക്യാപ്റ്റൻസിയിൽ സൂര്യകുമാർ യാദവ് ഒരു ബോളിംഗ് മാറ്റത്തിലെല്ലാം വളരെ ഇതായിട്ട് കാണിക്കുക. പക്ഷേ സാന്നർ കൂളായിട്ട് കളിക്കുന്നു. അപ്പോൾ ഈക്വലായ ടീമാണ് രണ്ടും പോകുന്നത്. ബാറ്റിംഗ് ഇപ്പോൾ അഹമ്മദാബാദ് വിക്കറ്റിൽ 2 പേരും ഇന്ത്യയും സൗത്ത് ആഫ്രിക്ക തോപ്പിച്ചു, ന്യൂസിലാൻഡിനെയും തോപ്പിച്ചാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കളിയാണ്. പിന്നെ ഒരു 250 എത്താനുള്ള സാധ്യത വളരെ, അതൊരു എക്സെപ്ഷണൽ ഇന്നിങ്സ്. വേണ്ടിക്കൽ സഞ്ജു സാംസൺ അങ്ങ് ഒരു സെഞ്ചുറിയോ ടോപ്പ് ഓർഡറിൽ 150 റണ്ണെല്ലാം അടിച്ചാൽ ആ ലെവലിലേക്ക് പോകുള്ളൂ. ബട്ട് ഇതൊരു 200 റൺ ഉണ്ടെങ്കിൽ വിന്നിങ് സ്കോറാണ്. എന്താ പറയുക, വലിയ ഗ്രൗണ്ട്, 82 മീറ്റേഴ്സ് ഇതിലാണ് ഗ്രൗണ്ടിൻ്റെ നീളം. ഇത് വാങ്കഡേലിലും ചെറിയ ഏരിയയിൽ, ചില ഏരിയയിൽ വളരെ ചെറിയ ഏരിയയാണ്. അതുകൊണ്ടാണ് 6 പറഞ്ഞത്. ഇവിടെ അതേ 6ൻ്റെ ഹിറ്റ് ചില സമയം ക്യാച്ച് ആവും. ഈ രണ്ടിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സെമിയിൽ ഇന്ത്യ ഫീൽഡ് ചെയ്ത പോലെ ക്യാച്ചിങ്ങും ഫീൽഡിങ്ങുമാണ്. ആ ഫീൽഡിങ്ങിൽ ഇതിലാണ് കളി വരിക. ഇന്ത്യ ഒന്നുണ്ട് ടീമായിട്ട്, എന്താ രാഷ്ട്രദീപ് ഫോമില്ല, വരുൺ ചക്രവർത്തി. അപ്പോൾ ടീമിനെ മാറ്റുമെന്നല്ലോ ഇപ്പം ചോദിക്കുന്നുണ്ട്. അഭിഷേക് ശർമ്മേനെ മാറ്റി വരുൺ ഈ വിന്നിങ് കോമ്പിനേഷൻ മാറ്റാം. വരുൺ ചക്രവർത്തിക്ക് പിന്നെയും ചാൻസ്. എന്താ പറയുക, വരുൺ ചക്രവർത്തിയെ ഫസ്റ്റ് ബോൾ മുതൽ അടിക്കാൻ പോകുമ്പോൾ ക്യാച്ച് ഔട്ട് ഫീൽഡിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് വരുൺ ചക്രവർത്തിയെ പുറത്തെത്താൻ അഭിഷേക് ശർമ്മേൻ്റെ മിന്നൽ എക്സ് ഫാക്ടർ പ്ലെയറാണ്. സഞ്ജു സാംസൺ എങ്ങനെ ഔട്ട് ഓഫ് ഫോമായതുപോലെയാണ് ഇപ്പം അഭിഷേക് ശർമ്മ. പക്ഷേ ഫോമിലെത്തിയാൽ ആ അടി ഫസ്റ്റ് പവർ പ്ലേയിൽ 6 ഓവറിൽ ഒരു 80 റൺസെല്ലാം ഇന്ത്യ എടുത്ത് നോലോസ് ആയെങ്കിൽ ഇന്ത്യക്ക് വിജയ സാധ്യത. പവർ പ്ലേയും എൻഡ് ഓവേഴ്സുമാണ് എല്ലാം ഡിസൈഡ് ചെയ്യുക. അതുകൊണ്ട് ഇന്ത്യ ടോപ്പ് ഓഫ് ദ ഓർഡറിൽ, അക്സർ പട്ടേലിലും ആ ഹോം ഗ്രൗണ്ടിൽ ഫോമിൽ വന്നാൽ
ഇന്ത്യക്ക് ജയമൊരുക്കും. ഹാർദിക് പാണ്ഡ്യ ശരിയായ ഓൾറൗണ്ട് പ്രകടനത്തിൻ്റെ മിന്നലാട്ടങ്ങൾ മാത്രമേ കണ്ടു. അതെല്ലാം ശരിയായ ഫോമിൽ വന്നാൽ ശിവം ദുബെ സ്ട്രൈക്കിംഗ് പവേഴ്സ് കാണിച്ചു തന്നു. സൂര്യകുമാറിന് ഏത് സമയം എന്തും കളിക്കാനുള്ള കഴിവുണ്ട്. അത് എല്ലാവരും കൂടി ഒത്തിട്ട് ഒരു ഫൈനൽ. തിലക് വർമ്മ ഒരു മാച്ച് വിന്നറാണ്. എടുത്തു പറയേണ്ടത് സഞ്ജു സാംസൺ എന്ന ഇതോടെ ടൂർണമെൻറ്റ് വെറും 4 കളി കളിച്ച് 232 റൺസ് എടുത്ത് 77 പരം ആവറേജ് എടുത്ത് ക്രിറ്റിക്സിനെല്ലാം മുഖത്തടിച്ച പോലെ കൊടുത്ത് സഞ്ജു സാംസൺ എന്ന മെർക്കുറിയൽ ടാലൻറ്റിൻ്റെ ഉദയമാണ് ഈ വേൾഡ് കപ്പിൽ കണ്ടത്. അതിനി വൺഡേയിലും ടെസ്റ്റിലും പോലും ഫസ്റ്റ് കീപ്പർ ആവാൻ പറ്റിയതാണെന്ന് കാണിച്ചു തന്നെയാണ്. സഞ്ജു സാംസൺ ആണ് ക്രൂഷ്യൽ ഫാക്ടർ. സഞ്ജു സാംസൺ ഒരു സെഞ്ചുറി പോലും ഒരു ആദ്യത്തെ ഫേസ് 20 റൺസ് കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ ഒരു സെഞ്ചുറിയിലേക്ക് പോയ പിന്നെ 150 പോലും സഞ്ജുവിന് എടുക്കാൻ പറ്റിയ ഒരു താരം. T20 ഒരു 150 എടുക്കാൻ പറ്റിയ ഒരു താരം ഉണ്ടെങ്കിൽ അത് സഞ്ജു സാംസൺ ആണ്. അത് ഈ വേൾഡ് കപ്പ് ഫൈനലിലായാൽ സഞ്ജു സാംസൺ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റിന് ICC ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 8 പേരിൽ ഒന്ന് ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു പ്ലെയറേ ഉള്ളൂ, സഞ്ജു സാംസൺ. അപ്പം നോക്കണം, സഞ്ജു സാംസണ് പുറത്തിരുത്തിയവർക്കെല്ലാം എല്ലാവർക്കും ഉള്ളൊരു ഇരുട്ടടി തന്നെയാണ് സഞ്ജു സാംസണിൻ്റെ ഈ റിഡംഷൻ. അത് പക്ഷേ ഇന്ത്യൻ കായിക പ്രേമികൾക്ക് സഞ്ജു സാംസൺ ആ ടൂർണമെൻറ്റ് കൊണ്ടുവരും. അതേപോലെ ഒരു എക്സ് ഫാക്ടറാണ്. ഇതിലെല്ലാം ഡിഫറൻസ് ഈക്വലാണ് കളിക്കാരുടെ ഇതെല്ലാം. പക്ഷേ എക്സ് ഫാക്ടർ ബോളിങ്ങിൽ ബുംറയാണ്. ബുംറയുടെ ബോളിങ് ടോപ്പ് ഓർഡറിൽ ഫസ്റ്റ് ഓവറിന് ബോൾ ചെയ്യാൻ വന്ന് ആ പവർ പ്ലേയിൽ സീഫോർട്ടിനെയും അലനെയും എല്ലാം വിക്കറ്റ് എടുത്തെങ്കിൽ ഇന്ത്യക്ക് വിജയം ഉറപ്പാണ്. ബുംറ എന്ന ഇതും സഞ്ജു സാംസൺ എന്ന അത്യുല്യ താരവും ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തരും എന്ന് തന്നെയാണ് എല്ലാവരുടെയും